നന്ദനെ മധുരയിൽ കണ്ടെന്നോ? പറയട്ടെ ആന്റി, ഈ സുധീർ നന്ദനെ ഒരിക്കൽ എന്നോടൊപ്പം കണ്ടിട്ടുണ്ട് ഓഫീസിൽ വെച്ച്. അതിൻ്റെ ഒരു ചെറിയ ഓർമ്മ സുധീറിനുണ്ടായിരുന്നു. തിരക്കിനിടയിൽ നന്ദനെ കണ്ടപ്പോൾ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ട കാര്യം ഓർമ്മ വന്നു. അപ്പൊ തന്നെ സുധീർ എന്നെ വിളിച്ച് കാര്യവും പറഞ്ഞു. ഒന്ന് സംസാരിക്കാന്ന് വെച്ച് തിരിഞ്ഞപ്പോൾ നന്ദനെ കാണാനുമില്ല. അവൻ എങ്ങോട്ടോ പോയി കഴിഞ്ഞു. സുധീർ അവിടെ അരിച്ചു പറിക്കുന്ന പറഞ്ഞേ. അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും കണ്ടെത്താൻ പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ അവിടെ എവിടെന്ന് വെച്ചാൽ തിരക്കുക. കെവിൻ, എനിക്ക് ഉടനെ മീനാക്ഷി ക്ഷേത്രത്തിൽ പോണം. കെവിൻ ആ കൂട്ടുകാരനെ വിളിക്ക്, ഇങ്ങോട്ട് വരാൻ പറ. നമുക്കൊരു കാർ എടുത്ത് മധുരയിലേക്ക് പോവാം. അയ്യോ, മധുര പോലുള്ള സ്ഥലത്ത് നമ്മൾ അവൻ എവിടെയെന്ന് വെച്ചാൽ തിരക്കുന്നേ. അതുമല്ല, ചിലപ്പോൾ ആ സുധീർ നന്ദനെ പോലെ വേറൊരാളെ കണ്ടിട്ട് നന്ദനാണെന്ന് തോന്നിയതും ആവാലോ. അവൻ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് ആന്റി അറിയിക്കണമെന്ന് തോന്നി വന്നു പറഞ്ഞത്. ഞാൻ എന്തായാലും സിദ്ധുവിനെയും ദേവികയൊക്കെ അറിയിക്കാം. അവര് മധുരയിലേക്ക് പോട്ടെ, നന്ദനെ കണ്ടുപിടിക്കട്ടെ. കൂട്ടുകാരൻ മുമ്പ് നന്ദനെ കണ്ടിട്ടുള്ള സ്ഥിതിക്ക് തോന്നിയതൊന്നും ആയിരിക്കില്ല.